നമസ്കാരം. ഇറാന്റെ രഹസ്യ അറകളിൽ മിസൈൽ കൂമ്പാരം. ഇറാന്റെ നീക്കം അമേരിക്ക ഭയന്നു. ഇറാന്റെ സൈനിക ശേഷിയെക്കുറിച്ച് ലോകം ഇതുവരെ കണ്ടത് വെറും മഞ്ഞുമലയുടെ ഒരു അഗ്രം മാത്രമാണ്. കുറഞ്ഞ ചിലവിലുള്ള ഡ്രോണുകൾ കൊണ്ട് ലോകത്തെ ഞെട്ടിച്ച ഇറാൻ യഥാർത്ഥത്തിൽ തങ്ങളുടെ വമ്പൻ മിസൈൽ കരുത്ത് ഇപ്പോഴും രഹസ്യമായി തന്നെ സൂക്ഷിച്ചിരിക്കുകയാണ്. അമേരിക്ക സത്യത്തിൽ ഇറാനെ ഭയപ്പെടുകയാണ്. എന്നാൽ 10,000 ക്രൂയിസ് മിസൈലുകൾ, 12,000 ഹൈപ്പർസോണിക് ആയുധങ്ങൾ, ലോകത്തെ ഞെട്ടിച്ച വമ്പൻ ആയുധ പദ്ധതിയുമായിട്ട് അമേരിക്ക രംഗത്തെത്തുകയാണ്. എന്നാൽ ഈ പ്രഖ്യാപനത്തിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നത് ഒരു വലിയ ഭയമാണോ എന്നുള്ള ചോദ്യം ഉയരുന്നുണ്ട്. ലോകത്തെ നിയന്ത്രിച്ചിരുന്ന അമേരിക്കൻ സൈനിക ശക്തിക്ക് ഇനി പഴയ മേൽക്കൈ നഷ്ടപ്പെടുന്നുവെന്ന സൂചനകളാണ്. വില കൂടിയ അത്യാധുനിക ആയുധങ്ങൾക്ക് പകരം വില കുറഞ്ഞ മിസൈലുകളിലേക്കും ഡ്രോൺ മാതൃകയിലുള്ള യുദ്ധ തന്ത്രങ്ങളിലേക്കുമൊക്കെ അമേരിക്ക പെട്ടെന്ന് മാറാൻ തീരുമാനിച്ചത് എന്തുകൊണ്ടാണ് എന്നുള്ള ചോദ്യം വരുന്നുണ്ട്. പതിറ്റാണ്ടുകളായി സ്റ്റേൽത്ത് യുദ്ധ വിമാനങ്ങളും ആണവശക്തിയും ബില്യൺ ഡോളർ വില വരുന്ന മിസൈൽ സംവിധാനങ്ങളും ആശ്രയിച്ചായിരുന്നു അമേരിക്കയുടെ ആഗോള സൈനിക ആധിപത്യം എന്ന് പറയപ്പെടുന്നത്. എന്നാൽ ഇപ്പോൾ അതേ അമേരിക്ക ചിലവ് കുറഞ്ഞ ആയിരക്കണക്കിന് ക്രൂയിസ് മിസൈലുകളും ഹൈപ്പർസോണിക് ആയുധങ്ങളും വൻതോതിൽ നിർമ്മിക്കാൻ ഒരുങ്ങുകയാണ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഫൻസ് പ്രഖ്യാപിച്ച ഈ പുതിയ ബൃഹത് പദ്ധതി ഒരു സാധാരണ ആയുധ വികസനമല്ല. ഭാവി യുദ്ധങ്ങളിൽ അമേരിക്ക നേരിടാൻ പോകുന്ന വലിയ വെല്ലുവിളികളുടെ സൂചനയായിട്ടാണ് ഇത് കാണപ്പെടുന്നത്. അപ്പോൾ ഈ മാറ്റത്തിന് പിന്നിൽ രണ്ട് പ്രധാന യുദ്ധങ്ങളാണ്. ഒന്ന് റഷ്യ യുക്രൈൻ യുദ്ധവും മറ്റൊന്ന് ഇറാനെ ചുറ്റിപ്പറ്റിയ മിഡിൽ ഈസ്റ്റ് സംഘർഷങ്ങൾ. യുക്രൈൻ യുദ്ധത്തിൽ അമേരിക്കയും നാറ്റോ സഖ്യകക്ഷികളും നൽകിയ വൻ ആയുധ സഹായം അമേരിക്കയുടെ പ്രതിരോധ ശേഖരത്തെ ഗണ്യമായി ബാധിച്ചു എന്നതാണ്. ആയിരക്കണക്കിന് മിസൈലുകളും പീരങ്കി വെടിയുണ്ടകളും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും തുടർച്ചയായി അയച്ചതോടെ അമേരിക്കൻ സൈനിക ഉൽപാദന ശേഷിയുടെ പരിമിതികൾ തുറന്നു കാണപ്പെട്ടു എന്നുള്ളതാണ്. അതേസമയം മിഡിൽ ഈസ്റ്റിൽ ഇറാനെതിരെയായിട്ടുള്ള സൈനിക നീക്കങ്ങളും അമേരിക്കയെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കി എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. പ്രത്യേകിച്ച് ഈ ടൊമാഹോക്ക് പോലെയുള്ള വില കൂടിയ മിസൈലുകളുടെ വ്യാപകമായിട്ടുള്ള ഉപയോഗം അമേരിക്കയെ അക്ഷരാർത്ഥത്തിൽ പുതിയൊരു ചിന്തയിലേക്ക് തന്നെ നയിച്ചു എന്നതാണ്. അപ്പോൾ ഇവിടെ അമേരിക്കയ്ക്ക് ഏറ്റവും വലിയ ഞെട്ടൽ നൽകിയത് ഇറാന്റെയും അതിന്റെ സഖ്യകക്ഷികളുടെയും കുറഞ്ഞ ചിലവുള്ള ഡ്രോൺ മിസൈൽ യുദ്ധതന്ത്രങ്ങളാണ് എന്നുള്ളതാണ്. വർഷങ്ങളായിട്ട് അമേരിക്ക ബില്യൺ ഡോളറുകൾ ചിലവഴിച്ച് വികസിപ്പിച്ച ആയുധങ്ങളെ വളരെ കുറഞ്ഞ ചെലവിൽ നിർമ്മിക്കുന്ന ഡ്രോണുകൾ വെല്ലുവിളിക്കാൻ തുടങ്ങിയിരിക്കുന്നു. പ്രത്യേകിച്ച് ഇറാന്റെ ഷാഹദ് 136 ഡ്രോണുകൾ ലോക സൈനിക വിദഗ്ധരുടെ ശ്രദ്ധ പിടിച്ചുപറ്റി കഴിഞ്ഞിരിക്കുന്നു. വളരെ കുറഞ്ഞ ചിലവിൽ നിർമ്മിച്ച ഈ ഡ്രോണുകൾക്ക് കോടിക്കണക്കിന് ഡോളർ വില വരുന്ന അമേരിക്കൻ പ്രതിരോധ സംവിധാനങ്ങളെ പോലും ക്ഷീണിപ്പിക്കുവാൻ കഴിയുന്നുവെന്ന് യുദ്ധഭൂമികൾ തെളിയിക്കുകയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ അമേരിക്ക പരമ്പരാഗത പ്രതിരോധ ഭീമന്മാരിൽ നിന്ന് മാറി ചെറിയ സ്റ്റാർട്ടപ്പ് കമ്പനികളെയും നവീകരണ അധിഷ്ഠിതമായിട്ടുള്ള സ്ഥാപനങ്ങളെയും ആശ്രയിക്കാൻ തുടങ്ങിയിരിക്കുന്നത്. വർഷങ്ങളോളം സമയമെടുത്തും ചെലവ് കുത്തനെ വർദ്ധിപ്പിച്ചും ആയുധങ്ങൾ നിർമ്മിക്കുന്ന പഴയ മാതൃക അമേരിക്കയ്ക്ക് ഇനി പോരെന്ന് പ്രതിരോധ ഉദ്യോഗസ്ഥർ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതിനാൽ തന്നെ അന്തൂരിൽ ഇൻഡസ്ട്രീസ് കോ ആസ്പെയർ ലീഡേഴ്സ്, സോൺഫൈ ടെക്നോളജീസ് തുടങ്ങിയ വളർന്നു വരുന്ന കമ്പനികൾക്ക് ഇപ്പോൾ തന്നെ വലിയ കരാറുകൾ നൽകുകയാണ്. കണ്ടെയ്നറൈസ്ഡ് മിസൈൽ എന്ന പുതിയ ആശയം തന്നെ അമേരിക്കൻ തന്ത്രത്തിലെ മാറ്റത്തിന്റെ സൂചനയാണ്. സാധാരണ ചരക്ക് കപ്പൽ കണ്ടെയ്നറുകളെ പോലെ തോന്നുന്ന സംവിധാനങ്ങളിൽ നിന്ന് മിസൈലുകൾ വിക്ഷേപിക്കുവാൻ കഴിയുന്ന രീതിയിലാണ് ഈ പുതിയ സംവിധാനങ്ങൾ രൂപകൽപ്പന ചെയ്യുന്നത്. അപ്പോൾ ഇതിലൂടെ ശത്രുക്കൾക്ക് തിരിച്ചറിയാൻ പ്രയാസമുള്ള രീതിയിൽ ആയുധങ്ങൾ വിന്യസിക്കുവാനും അപ്രതീക്ഷിത ആക്രമണങ്ങൾ നടത്തുവാനും സാധിക്കുമെന്നുള്ളതാണ്. അപ്പൊ ഇത് ഇറാനും ചൈനയും പോലുള്ള രാജ്യങ്ങൾ അവർ ഉപയോഗിക്കുന്ന അസമമായിട്ടുള്ള യുദ്ധതന്ത്രങ്ങളിൽ നിന്ന് അമേരിക്ക പഠിക്കാൻ തുടങ്ങുകയാണെന്നുള്ള സൂചനകൾ കിട്ടിയാണ്. അതേസമയം അമേരിക്കയുടെ പുതിയ ശ്രദ്ധാകേന്ദ്രമായി മാറിയിരിക്കുന്നത് ഹൈപ്പർസോണിക് ആയുധങ്ങളാണ്. ശബ്ദവേഗത്തിൽ 5 ഇരട്ടിയിലധികം വേഗതയിൽ സഞ്ചരിക്കുന്ന ഈ മിസൈലുകൾ നിലവിലെ പല പ്രതിരോധ സംവിധാനങ്ങളെയും മറികടക്കാൻ കഴിവുള്ളവയാണ്. കാസ്ട്രിൽ എന്ന സ്റ്റാർട്ടപ്പുമായി ചേർന്ന് വികസിപ്പിക്കുന്ന ബ്ലാക്ക് ബോർഡ് ഹൈപ്പർസോണിക് മിസൈൽ പദ്ധതി അമേരിക്കയുടെ ഭാവി യുദ്ധതന്ത്രത്തിന്റെ പ്രധാന ഭാഗമാകാനാണ് സാധ്യത. അടുത്ത 5 വർഷത്തിനുള്ളിൽ 12,000 യൂണിറ്റുകൾ വരെ നിർമ്മിക്കുവാനുള്ള പദ്ധതി അവർക്കുണ്ട്. അമേരിക്ക ഒരു ദീർഘകാല യുദ്ധ സാഹചര്യത്തിനായിട്ട് തയ്യാറെടുക്കുകയാണ് എന്ന ശക്തമായിട്ടുള്ള സൂചനയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ലഭിക്കുന്നത്. ഇവിടെയാണ് ഇറാന്റെ സ്വാധീനം ഏറ്റവും വ്യക്തമായി കാണുന്നത്. കഴിഞ്ഞ വർഷങ്ങളിലായിട്ട് മിഡിൽ ഈസ്റ്റിൽ ഇറാൻ പിന്തുണയുള്ള ഗ്രൂപ്പുകൾ നടത്തിയ ഡ്രോൺ ആക്രമണങ്ങൾ അമേരിക്കയെ ആശങ്കയിലാഴ്ത്തിയിരുന്നു എന്നുള്ളതാണ്. യമനിലെ ഹൂതികൾ മുതൽ ഇറാഖിലെയും സിറിയയിലെയും ഇറാൻ അനുകൂല മിലീഷ്യകൾ വരെ കുറഞ്ഞ ചിലവിൽ വൻ നാശനഷ്ടം സൃഷ്ടിക്കുവാൻ കഴിയുന്ന പുതിയ ആയുധരീതികൾ ലോകം കണ്ടു ഞെട്ടുകയാണ്. അമേരിക്കൻ യുദ്ധക്കപ്പലുകൾക്കും സൈനിക താവളങ്ങൾക്കും നേരെയുള്ള ആക്രമണങ്ങൾ അമേരിക്കയെ വലിയ രീതിയിൽ സ്വാധീനിക്കുകയാണ്.
വില കൂടിയ ആയുധങ്ങളിലൂടെ മാത്രം യുദ്ധം ജയിക്കാനാവില്ല എന്ന തിരിച്ചറിവാണ് ഇപ്പോൾ അമേരിക്കയെ വില കുറഞ്ഞ എന്നാൽ വൻതോതിൽ നിർമ്മിക്കാവുന്ന ആയുധങ്ങളിലേക്ക് നയിക്കുന്നത് എന്നതാണ്. അപ്പോൾ അമേരിക്കയ്ക്ക് മറ്റൊരു വലിയ ആശങ്കയാണ് ചൈന. പ്രത്യേകിച്ച് ഈ തായ്വാൻ ചുറ്റിപ്പറ്റിയുള്ള സംഘർഷ സാധ്യതകളൊക്കെ അമേരിക്കയെ ഭയപ്പെടുത്തുന്നുണ്ട്. ചൈനയുമായിട്ടുള്ള സുദീർഘമായിട്ടുള്ള യുദ്ധമുണ്ടായാൽ അല്ലെങ്കിൽ ദീർഘകാല യുദ്ധമുണ്ടായാൽ നിലവിലെ അമേരിക്കൻ ആയുധ ശേഖരം മതിയാകില്ല എന്ന് പല സൈനിക പഠനങ്ങളും മുന്നറിയിപ്പ് നൽകുകയാണ്. അമേരിക്കയുടെ ഈ പുതിയ നീക്കങ്ങൾക്ക് പിന്നിലെ യഥാർത്ഥ കാരണങ്ങളെ കൂടുതൽ ആഴത്തിൽ വിശകലനം ചെയ്താൽ ചൈനയുടെയും ഇറാന്റെയും സൈനിക കരുത്ത് എത്രത്തോളം ഭീമമാണ് എന്ന് വ്യക്തമാക്കാൻ കഴിയും, അല്ലെങ്കിൽ നമുക്ക് വ്യക്തമാകാൻ കഴിയും. ലോകത്തിന്റെ ഫാക്ടറിയായി അറിയപ്പെടുന്ന ചൈന എന്ന ആയുധ നിർമ്മാണ രംഗത്തും ആധിപത്യം ഉറപ്പിക്കുകയാണ്. കേവലം കുറഞ്ഞ വിലയ്ക്കുള്ള ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന രാജ്യമല്ല ചൈന, മറിച്ച് അത്യാധുനിക സാങ്കേതിക വിദ്യയും നൂതനമായിട്ടുള്ള യുദ്ധതന്ത്രങ്ങളും ഒക്കെ സമന്വയിപ്പിച്ചുകൊണ്ട് അമേരിക്കയേക്കാൾ വേഗത്തിൽ ആയുധങ്ങൾ ഉൽപ്പാദിപ്പിക്കുവാൻ അവർക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. മാത്രമല്ല ഈ ഹൈപ്പർസോണിക് മിസൈലുകളുടെയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിതമായിട്ടുള്ള ആയുധങ്ങളുടെയും ശേഖരത്തില് ചൈന ഇന്ന് കൈവരിച്ചിരിക്കുന്ന മുന്നേറ്റം എന്ന് പറയപ്പെടുന്നത് അമേരിക്കയെ വരെ അമ്പരപ്പിക്കുന്നതും അത്ഭുതപ്പെടുന്നതുമാണ്. അപ്പൊ അതുപോലെ തന്നെ ഇറാന്റെ സൈനിക ശേഷിയെക്കുറിച്ച് ലോകം ഇതുവരെ കണ്ടത് വെറും മഞ്ഞുമലയുടെ ഒരു അഗ്രം മാത്രമാണ്. കുറഞ്ഞ ചിലവുള്ള ഡ്രോണുകൾ കൊണ്ട് ലോകത്തെ ഞെട്ടിച്ച ഇറാൻ യഥാർത്ഥത്തിൽ തങ്ങളുടെ വമ്പൻ മിസൈൽ കരുത്ത് ഇപ്പോഴും രഹസ്യ അറകളിൽ സൂക്ഷിക്കുകയാണ്. ഭൂമിക്കടിയിൽ ഒരു 100 കണക്കിന് മീറ്റർ ആഴത്തിൽ നിർമ്മിച്ചിട്ടുള്ള ഇറാന്റെ മിസൈൽ നഗരങ്ങൾ അതൊരു വലിയ വ്യോമാക്രമണത്തെയും ഒപ്പം തന്നെ അതിനെ അതിജീവിക്കുവാൻ ശേഷിയുള്ളതുമാണ് എന്ന് തെളിയിക്കുകയാണ്. ആയിരക്കണക്കിന് ദീർഘദൂര മിസൈലുകൾ ഏത് നിമിഷവും വിക്ഷേപണത്തിന് സജ്ജമായിട്ട് ഈ രഹസ്യ കേന്ദ്രങ്ങളിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നു. അമേരിക്കയുടെ അത്യാധുനിക പ്രതിരോധ സംവിധാനങ്ങളെ പോലും ഭേദിക്കാൻ കഴിയുന്ന തരത്തിലുള്ള കൃത്യതയാർന്ന മിസൈലുകൾ ഇറാൻ വികസിപ്പിച്ചെടുത്തു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇറാനും യുക്രൈനും നൽകിയ ഏറ്റവും വലിയ പാഠം യുദ്ധത്തിന്റെ ഭാവി മാറിയിരിക്കുന്നു എന്നതാണ്. ഇനി വെറും ആധുനിക യുദ്ധവിമാനങ്ങളും ആണവശക്തിയും മാത്രം പോരാ, വില കുറഞ്ഞ ഡ്രോണുകൾ, കാമിക്കേഴ്സ് മിസൈലുകൾ, കണ്ടെയ്നറുകളിൽ ഒളിപ്പിച്ച വിക്ഷേപണ സംവിധാനങ്ങൾ, ഇവയെല്ലാം ഭാവി യുദ്ധത്തിന്റെ പ്രധാന ഘടകങ്ങളായിട്ട് മാറുകയാണ് എന്നതാണ്. അപ്പോൾ ശക്തമായിട്ടുള്ള അമേരിക്ക പോലും ഇപ്പോൾ ഏറ്റവും പുതിയ രീതികളിലേക്ക് ചിന്തിക്കാൻ നിർബന്ധമായിരിക്കുന്നു എന്നതാണ്. അപ്പോൾ ഇവിടെ അവസാനമായി നോക്കുമ്പോൾ അമേരിക്കയുടെ ഈ നീക്കം എന്ന് പറയുന്നത് ഒരു സാധാരണ ആയുധ വികസന പദ്ധതി മാത്രമല്ല, ലോകത്തിലെ പുതിയ യുദ്ധഭൂമികളെ കുറിച്ചുള്ള അമേരിക്കയുടെ ഭീതിയും അതിനുള്ള പ്രതികരണവുമാണ്. അപ്പോൾ പ്രത്യേകിച്ച് ഇറാന്റെ അസമമായിട്ടുള്ള യുദ്ധതന്ത്രങ്ങളും ചൈനയുടെ ഉയർച്ചയും അമേരിക്കയെ പ്രതിരോധ തന്ത്രം പൂർണ്ണമായിട്ടും പുനർനിർമ്മിക്കുവാൻ നിർബന്ധിതമാക്കുകയാണ്. ഇവിടെ ലോകം ഇപ്പോൾ ഒരു പുതിയ ആയുധ മത്സരത്തിന്റെ തുടക്കത്തിലാണ് എന്നുള്ള സൂചനകൾ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഈ പ്രഖ്യാപനമൊക്കെ നൽകുന്നത് തന്നെ അത്തരത്തിൽ ചിന്തയിലേക്ക് ജനം എത്തട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഇറാന്റെ രഹസ്യ അറകളിലെ മിസൈലുകൾ ആ കൂമ്പാരം തറയ്ക്കുന്ന രീതിയിലേക്ക് എത്തിയിരിക്കുന്നുവെങ്കിൽ ഇറാന്റെ നീക്കം, അത്തരത്തിലുള്ള നീക്കത്തെ ഭയക്കുകയാണ് അമേരിക്ക. അപ്പൊ ഇറാന്റെ രഹസ്യ അറകളിൽ വലിയ മിസൈൽ കൂമ്പാരങ്ങൾ ഉണ്ട് എന്നുള്ള തിരിച്ചറിവ് അമേരിക്കയ്ക്ക് ലഭിക്കുന്നു. ആ ഇറാന്റെ നീക്കം കണ്ട് സത്യത്തിൽ അമേരിക്ക ഭയന്ന് തിരികെ പോകുവാനുള്ള ഒരു അവസാന ഘട്ടത്തിലാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു.